നമ്മളെല്ലാവരും കൂടി ഇന്ന് കൊച്ചിക്ക് പോകുന്നു കേട്ടാ. എന്താ കാര്യത്തിൽ വെച്ചാൽ അവിടെ ഒരു ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിന് അങ്ങനെ പോയതാണ്. നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തിന് വന്ദേ ഭാരതാണ് ബുക്ക് ചെയ്തത് കേട്ടാ. കറക്റ്റ് സമയം വന്ദേ ഭാരത് എത്തിന്. രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, വണ്ടിയിൽ ഭക്ഷണമുണ്ട്. അവിടെ നല്ല സുഖമായിട്ട് കഴിച്ചതാ. എല്ലാവരും കൂടി ജഗപുക യാത്ര കേട്ടാ. കുറേ സമയം മക്കളെപ്പെല്ലാം കളിച്ചതാ. മമ്മി ഇതാ കിടന്നുറങ്ങി. ആ ഉറക്കണീക്കുമ്പോഴത്തേക്ക് നമ്മളിതാ നേരെ എത്തിയിട്ടുണ്ട് കൊച്ചി കേട്ടാ. ട്രെയിൻ ഇറങ്ങിയവിടെ കിട്ടിയ ഹോട്ടലിൽ കയറി നമുക്കൊരു റൂമാവാണ്ടേ തപ്പി നടന്നപ്പോൾ ഇതാ ഗ്രാൻഡ്, ഇവിടുത്തെ മോശമില്ലാത്തൊരു ഹോട്ടൽ തന്നെ. അപ്പോൾ ഇവിടെ റൂം കിട്ടേ. നമ്മളേതാണ്ട് 4-5 സ്ഥലത്ത് കയറിയിട്ട് പക്ഷേ എങ്കിലെന്നാൽ എല്ലാ റൂമിലും ജനലുണ്ട്, പക്ഷേ ജനൽ തുറക്കൂല. നമ്മൾ പറഞ്ഞത് പറ്റൂല. നോക്കുമ്പോൾ ഇവിടെ നല്ല ബാൽക്കണിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അച്ചൂട്ടിന് ഇഷ്ടപ്പെട്ടൊരു സംഗതി ഉണ്ട് കേട്ടോ. ഇതാ ടോയ്ലറ്റിൻ്റെ ഉള്ളൊരു സംഭവം ഉണ്ട്. അച്ചൂട്ടും ജാൻചൂട്ടിക്കും ദേവൂട്ടിനും ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞുള്ള ബാത്ത് ടബ്. നമ്മൾ മിക്ക റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഈ സംഗതി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ബാൽക്കണി ഞാൻ ഏതായാലും പോയി നോക്കി. എനിക്ക് രാവിലെ എക്സസൈസ് ചെയ്യേണ്ട സ്ഥലമായത് കേട്ടോ. നമ്മളിവിടെ മലബാർ ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റൂം ഇട്ടിട്ടാണ്. നമുക്ക് എന്തായാലും റൂം എല്ലാവർക്കും ഇഷ്ടമായി. നമ്മളിതാ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇതാ വേഗം ഇറങ്ങേണ്ട പരിപാടിയാണ്. നേരെ വിട്ടത് ഫോർട്ട് കൊച്ചിക്ക്. നോക്കിയിട്ടെ നല്ല കാഴ്ച, ഒരേ നടത്തം കേട്ടോ. ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. കൊച്ചി നല്ല കേൾക്കാൻ രസമുള്ളൂ. ഇവിടെ ഭയങ്കര നാറ്റമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചെറിയ ഒരു ബോട്ട് കിട്ടി. ഇതിലേതെല്ലാം ഒന്ന് യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വൈകുന്നേരം നമ്മൾ ഇതിൽ കയറി എനിക്ക് ശ്രുതിക്കൊരു പൂതി, ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കണം. ഇതാ അതിൻ്റെ മുകളിൽ കയറി സ്റ്റിയറിംഗ് പിടിച്ചിനിപ്പോൾ നമുക്കിതാ യാത്രയാണ്. ഇതാ വലിയ വലിയ ബോട്ടുകളും നല്ല കാഴ്ചയും കണ്ടിട്ട് നല്ല ഗംഭീര യാത്ര കേട്ടോ. നമ്മളിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കയറിയ. ഇവിടെ ഡാൻസ് പാട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നോക്കിയിട്ട് നല്ല പാട്ടാണ് ചങ്ങായി പാടി. പിന്നെ ഇതാ ഡാൻസ് നോക്കിയിട്ട് ഉശിരൻ ഡാൻസ് എല്ലാം കൊണ്ട് നല്ല എൻജോയ് ചെയ്യുന്ന പരിപാടി. ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഇവർ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ചിന്. പിന്നെ ഇതാ സമയം നോക്കിയിട്ട് ഏതാണ്ട് ഇരുടായിട്ടുണ്ട്. ഇരുടായി കഴിയുമ്പോഴത്തേക്ക് ബോട്ട് നേരെ തിരിക്കലായി കേട്ടാ. തിരിച്ചു വരുമ്പോണ്ടല്ല മോളിൽ നിന്ന് നേരെ എല്ലാവരും താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാൻഡ് പരിപാടി ഉണ്ട് കേട്ടാ. ഒരു അടിച്ചുപൊളി പരിപാടി. ഇതാ നോക്കിയാട്ടെ DJ കേട്ടാ. നല്ല DJ വെച്ച് അടിച്ച് ഗുമ്മകുത്ത് പാട്ടും ഡാൻസ് ഒന്നും പറയണ്ട. അടിച്ചുപൊളി പരിപാടി കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിന്. നമ്മളിപ്പോൾ ഡാൻസും പരിപാടിയെല്ലാം കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് കേട്ടാ. ശരിക്കും താളം തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോകേണ്ട രാത്രിയല്ലേ ഏതെങ്കിലും ഒരു മാള് കയറാവും ചെയ്താൽ ഈ മാളിലാണ് നമ്മൾ കയറി കേട്ടാ. നോക്കുമ്പോൾ നല്ല സെറ്റപ്പ്, മോശമില്ല, അടിച്ചുപൊളി കേട്ടാ. പിന്നെ മാള് കയറുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അറിയാമല്ല, കുട്ടികൾക്ക് കളിക്കുന്ന ഏരിയ. ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇതാ നമ്മളവിടെ പോയേ. അപ്പോൾ ആ ബെല്ല കളിക്കേണ്ട ഒരു സംഭവം ഞാൻ കണ്ടേ. എന്തായാലും നമ്മളെ കണ്ണൂരില്ല. ഇത് കണ്ടപ്പം വെറുതെ ഇതാ ഷോക്സ് വേണം, ഷൂ വേണം കേട്ടോ. എന്നറിയുക ഈ കളി കളിക്കുമ്പോൾ അവരെ ഷോക്സും അവരെ ഷൂ തന്നെ ഇടണം പോലെ. അപ്പോൾ ഷോക്സിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. പിന്നെ ഇതാ ഇതിൻ്റെ പൈസയും കൊടുക്കണം. ഈ തേങ്ങ പോലത്തെ സാധനം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ TV-യിലെല്ലാം കണ്ടാണ് ഈ സംഭവം. അപ്പം ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞ് നോക്കിയാന്ന്. നോക്കുമ്പോൾ കുഴപ്പമില്ല, എറിയാൻ കഴിയുന്നുണ്ടേ. പക്ഷേ കുഞ്ഞിക്കുട്ടിയൊക്കൊന്നും എറിയാനാവുന്നില്ല കേട്ടോ. ആ സാധനം പൊന്തുന്നില്ല. ശരിക്കും ഒരാൾ എറിയാന്നുണ്ടെങ്കിൽ അവർക്ക് എറിയാൻ പാടുള്ളൂ, വേറൊരാൾക്ക് എറിയാൻ പറ്റില്ല എന്നാണ് ഇവരുടെ റൂൾസ് കേട്ടോ. അങ്ങനെ ഒരുപാട് റൂൾസും കാര്യമുള്ള വലിയ കാര്യപ്പെട്ട ഗെയിമാണ്. പക്ഷേ ഞാനവരോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു എല്ലാവരും ഒന്ന് എറിഞ്ഞോട്ടെ, എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് തീരട്ടെന്ന്. കാരണം ഇത് ഒരു പ്രാവശ്യം എറിയാൻ വേണ്ടി നല്ല പൈസയുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം എറിയുമ്പോൾ തന്നെ ഇതാ എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുത്ത് അങ്ങനെ എല്ലാവരും ഹാപ്പി കേട്ടോ. എന്തായാലും ഈ ഒരു ഗെയിം ഇൻ്റർനാഷണൽ ഗെയിമായിട്ടാണ് കേട്ടോ. ഭയങ്കര സംഭവം എന്നാണ് ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയത്. കാരണം ഇതിൻ്റെ റൂൾസൊക്കെ അങ്ങനെ ഭയങ്കര ടൈറ്റ് റൂൾസാണ്. അതങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊക്കെയാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ മക്കളിതാ ചെറിയ ചെറിയ ഓരോ പരിപാടികൾ കേട്ടോ. ഇതാ ഇങ്ങനെ 3D പരിപാടികൾ കളിക്കേണ്ടത് അങ്ങനെ എല്ലാവരും കയറി അവസാനം നമ്മളിതാ ഫുഡ് കോർട്ടിലെത്തിയിട്ടുണ്ട്. ഭക്ഷണമാണ് ഇതാ അവിടെ കിട്ടിയ എന്തൊക്കെ ഐറ്റം ഓർഡർ ചെയ്തു. സത്യം പറയല്ല എല്ലാം കൂടി തിന്ന് ഒന്നും ഇഷ്ടമായിട്ടില്ല. കുറലൊക്കെ ആകെ വൃത്തികേടായി, കാരണം സ്ഥിരം ഹോട്ടൽ ഭക്ഷണം ആയണ്ട. അങ്ങനെ ഭക്ഷണവും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലെത്തി കിടന്നുറങ്ങി കേട്ടാ. ഇതാ പിറ്റേന്ന് രാവിലെ തന്നെ എണീക്കൽ നോക്കിയേട്ടെ ഏതാണ്ട് 9-9:30 ആയി കേട്ടാ. എല്ലാവരും റെഡി ആവുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് രാവിലത്തെ പരിപാടി ഉണ്ടല്ലോ, അതിനാണ് ഈ ബാൽക്കണി റൂം പ്രത്യേകം എടുത്തത്. നോക്കിയട്ടെ വ്യായാമം ഇല്ലാത്ത പരിപാടി എവിടെയും ഇല്ല. ഏത് ടൂർ എങ്ങനെ പോയാലും വ്യായാമം കൃത്യമായിട്ട് നടത്തും. വ്യായാമം കഴിഞ്ഞ് നല്ല കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി. ഇനി ഇതാ ഭക്ഷണം കഴിക്കാൻ പോകണം. എന്തായാലും ഈ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ഹോട്ടൽ കേട്ടോ. നല്ല നീറ്റാണ്, നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇതാ ഭക്ഷണം കഴിക്കുന്ന ഏരിയ കേട്ടോ, നല്ല വിശാലമായ ഏരിയ കേട്ടോ. അടിപൊളി ഫുഡ് ഒരുപാടുണ്ടായിന്. അപ്പോൾ ലൈറ്റായിട്ട് തിന്നാന്ന് വെച്ചാൽ വന്നേ, വേറൊന്നുമല്ല. ഇന്നലെ രാത്രി ലേറ്റായിട്ട് തിന്നേ, അതുകൊണ്ട് അധികം വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ വിചാരിച്ചോ ഇന്നലെ കുറച്ച് തിന്നാതായിരുന്നു, ഇത് കുറേ തിന്നാല. കാരണം എല്ലാം നല്ല വെറൈറ്റി നല്ല ഐറ്റംസ് കേട്ടോ. രാവിലത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ വിധത്തിലുള്ള ഫുഡ് വാങ്ങി ഇതാ കഴിക്കൽ തുടങ്ങി കേട്ടോ. തിന്നാൻ തുടങ്ങി നോക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് കണ്ട് വീണ്ടും ഇതാ ബുൾസയൊക്കെ 4-5 ബുൾസയൊക്കെ ഓർഡർ ചെയ്തത്. മക്കളും ഞാനും എല്ലാവരും കൂടി നല്ലോണം തിന്ന് ശരിക്കും പറഞ്ഞാൽ കുടൽ ശരിക്കും നിറഞ്ഞേട്ടാ. ഇനി ഉച്ചക്ക് എന്തായാലും ഭക്ഷണം വേണ്ടാന്ന് നമ്മൾ ഉറപ്പിച്ചേ.
ഇനി നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഇനി നമ്മളിതാ ഇവിടം വിടുവന്ന്. ഇനി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകേണ്ടത് കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഹോട്ടൽ നല്ലൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഹോട്ടലിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇറങ്ങിയ പറഞ്ഞിതാ നമുക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. ഓട്ടോയിലാണ് നമ്മൾ എവിടെ പോയാലും പോക്ക്. വേറെ നല്ല മക്കൾക്ക് ഇഷ്ടം ഓട്ടോ ആണ് കേട്ടോ. കാറ് കയറി മടുത്തിട്ട് ഇതാ മക്കളെ നോക്കിയിട്ട് ഓട്ടോയിൽ എൻജോയ് ചെയ്യാന്നേ. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വാട്ടർ മെട്രോ കയറിയിട്ടാണ് ഫോർട്ട് കൊച്ചിക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാ വാട്ടർ മെട്രോക്ക് ടിക്കറ്റ് എടുക്കൽ കാര്യങ്ങളൊക്കെ ഇനി നടത്തണം. ഫോർട്ട് കൊച്ചിയിലേക്ക് അടുത്ത യാത്ര. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ എറണാകുളം ഏരിയ ശരിക്കും നമ്മളെ കണ്ണൂർ ഏരിയ പോലെയാണ്. പക്ഷേ ഇവിടം കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി എത്തിയാലുണ്ടല്ലോ വൈബ് മൊത്തം മാറി കേട്ടോ. അതാണ് ശരിക്ക് കൊച്ചി വൈബ്. മൊത്തം വിദേശികളും പിന്നെ വിദേശ നിർമ്മിത ബിൽഡിങ്ങുകൾ കാര്യങ്ങളായിട്ട് അടിപൊളിയാണ്. ഇതാ നോക്കിയിട്ട് ബാക്കിലെ ഫ്ലാറ്റെല്ലാം കണ്ട ഏതാണ്ട് നമ്മളെ നാട്ടിലെ സെറ്റപ്പ് ആണെങ്കിൽ ഇതാ ഫോർട്ട് കൊച്ചി എത്തിയപ്പോഴത്തേക്ക് നോക്കിയേ സംഗതിയൊക്കെ മാറിയതാ. നോക്കിയിട്ട് നമ്മളെ ചീനവല, ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സാധനം. ഇത് നേരിൽ കണ്ടപ്പം ഭയങ്കര രസം കേട്ടോ. ഏതെല്ലാം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതാ ഫോർട്ട് കൊച്ചി അവിടെ നിന്ന് ഇങ്ങനെ നടത്താറുണ്ട്. ഇതാ ഇവിടെ എത്തുമ്പോൾ തന്നെ നോക്കിയിട്ട് ഡ്രസ്സിങ് കാര്യങ്ങൾ മൊത്തം മാറി. പിന്നെ ഇവിടുത്തെ മെയിൻ ഇതാ ഈ സാധനം തന്നെ ചീനവല, ഇവിടുന്ന് താക്കുന്നീ പൊക്കുന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഫുട്പാത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം വിദേശികൾക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് നേടിയുള്ള. അവരെ ആകർഷിക്കുന്ന അവർ വാങ്ങുന്ന പോലത്തെ സാധനങ്ങളാണ് വെച്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിനെ. നമ്മൾ വന്നവരെടുത്ത ഫുട്പാത്ത് കാര്യങ്ങളൊക്കെ കയറി ശ്രുതി കുറേ ഡ്രസ്സ് വാങ്ങി. മക്കൾക്ക് വേണ്ടുന്ന സാധനം വാങ്ങി. അതിൻ്റെ കച്ചവരുടെ ചുമൽ കണ്ട ഓളെ പ്രിയപ്പെട്ട ഡോളാണ്. ഏടെ പോകുമ്പോൾ അതെടുത്തിട്ട് ഓള് പോടും. ഓൾക്ക് അത്ര പ്രിയപ്പെട്ടാണ് ഓളെ ഈ കൊച്ചു ഡോള് കേട്ടാ. നോക്കിയിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിൻ്റെ സൈഡിലേക്കൂടെ അങ്ങനെ നടത്താന്ന്. ഇവിടെ നോക്കിയിട്ട് ഒരുപാട് മീൻ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ നട്ടാ. എല്ലാം വെറൈറ്റി സാധനങ്ങളൊക്കെയാണ്. ഇതാ വിദേശികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ലയൺസ് ക്ലബിൻ്റെ ഒരു പാർക്കുണ്ട്. മക്കൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി മക്കൾ കുറേ സമയം കളിച്ച് എൻജോയ് ചെയ്ത് പിന്നെ അവിടുന്ന് നേരെ വീണ്ടും നടത്താന്ന്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ മമ്മീനെ പഠിപ്പിക്കുക ഒരു സാധനം വാങ്ങിയിട്ട് നോക്കിയാട്ടെ. ആ ബോക്സ് അതിങ്ങോട്ട് നീക്കുമ്പോൾ അതിനൊന്ന് പാമ്പ് വന്ന് കൈക്കടിക്കുക. നോക്കിയാട്ടെ കണ്ടേ, ഒരു കറുത്ത പാമ്പ് വന്നിട്ട് കൈക്കടിക്കും കണ്ട. നമ്മളെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ലേ. വെറൈറ്റി സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ കണ്ട വാങ്ങട്ടെ. ഇത് നോക്കിയാട്ടെ നല്ല രസമില്ലേ. ഇതെല്ലാം നമ്മൾ വാങ്ങിയേ. പിന്നെ ഇതാ നമ്മൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം ആദ്യം ഇറങ്ങിയത് നടത്തും. ഉച്ച സമയം തന്നെ നല്ല ഭക്ഷണം വേണേ. അപ്പോൾ ഈ വത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കുഴിമന്തി ഇവിടെ എത്തിയിട്ടുണ്ട്. കുഴിമന്തി പിന്നെ ഇവിടുത്തെ മരങ്ങളാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ. നല്ല വലിയ മരങ്ങൾ പണ്ട് സായിപ്പ് നെട്ട് വെച്ചാന്ന് തോന്നും കേട്ടോ. ഇതാ നമ്മളെ കുഴിമന്തി എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ നാട്ടിലെ കുഴിമന്തിൻ്റെ ടേസ്റ്റ് അല്ല. പൊതുവേ മക്കൾക്കും ആർക്കും കുഴിമന്തി വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ അവിടെ വേറെ റെസ്റ്റോറൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാ കയറി കുഴിമന്തിയും അൽഫാമും അടിച്ച് ഇനി നമുക്ക് നേരെ പോകേണ്ടത് ജാങ്കോ സ്പേസിലാണ്. ജാങ്കോ സ്പേസിൽ നമ്മൾ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് കേട്ടോ. ഇൻ്റർവ്യൂ കഴിഞ്ഞപാട് നമ്മൾ പിന്നെ വീണ്ടും ഫോർട്ട് കൊച്ചിക്ക് കേട്ടോ. ഇങ്ങനത്തെ നമ്മുടെ ലേറ്റായിന് അപ്പം ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡാൻസ് ബാർ ഉണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഫാമിലിക്കെല്ലാം കയറാൻ പറ്റുന്ന താഴെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ സെക്യൂരിറ്റി ആണ്. ആളൊരു ജിമ്മനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ വന്നിട്ടുണ്ട്. താഴെ വന്നേ. അന്ന് അവിടെ വന്നവരെല്ലാം ഉണ്ടല്ലോ പഞ്ച പിടിച്ച് പൊട്ടിക്കളിരുന്നു എൻ്റെ പണിയെ. എന്നിട്ട് നമ്മൾ ഈ ജിമ്മനുണ്ടായിന് ഓനെയും ഞാൻ പഞ്ച പിടിച്ച് പൊട്ടിച്ചിനെ. അതുകൊണ്ട് ഓനെ കണ്ടപ്പോൾ തന്നെ എന്നെ മനസ്സിലായെന്നെ. അപ്പോൾ ആ ജിമ്മനാണ് നമ്മളെ ഫ്രണ്ട്. ഓനാ പറഞ്ഞ പോയിട്ടോട്ടാ മുകളിൽ ഫാമിലിക്ക് കയറാൻ കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെയാണ് നമ്മൾ മുകളിലെത്തിയത്. നോക്കുമ്പോൾ ഇവിടെ ഗംഭീര പരിപാടി കേട്ടോ. എല്ലാവരും കൂടി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അരങ്ങേട്ടാ. കുറച്ച് സമയം നമ്മൾ ഇവിടുന്ന് ഡാൻസ് എല്ലാം കളിച്ച് ആസ്വദിച്ചു. പക്ഷേ മക്കൾക്ക് ഇതൊന്നും തീരെ പിടിച്ചില്ല കേട്ടോ. അതിൻ്റെ അച്ചൂട്ടൻ ഇതാ പിടിച്ചത് ഇതാണ്. ഇത് കളിക്കാൻ വേണ്ടി അച്ചൂട്ടൻ കഠിന ശ്രമം എന്നപ്പോൾ ഇതാ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് അച്ചൂട്ടനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അച്ചൂട്ടൻ വളരെ ഹാപ്പി ആയിട്ടാ. പിന്നെ നമ്മളിവിടെ അധിക സമയം നിന്നിട്ടില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം ഇടയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ. എനിക്ക് ഇത് ഇവിടുത്തെ മാനേജറാണ് നമ്മൾ വീഡിയോ കാണുന്നതാണ്. പിന്നെ ഇയാൾ സീരിയൽ അഭിനയിക്കുന്ന ഒരു കക്ഷിയാണ്. മോള് പറഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ ഒരു സെൽഫി എടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വേറൊരു ഹോട്ടൽ കയറിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് നല്ല ഫിഷ് ആയിരുന്നു വേണ്ട. നോക്കട്ടെ നല്ല ബേല്ല ഫിഷ് കിട്ടീനെ. കാണുമ്പോൾ നല്ല സുന്ദരനാണ് കേട്ടോ. പക്ഷേ സംഗതി വലിയ കോണമൊന്നുമല്ല. ഇത് ഈ വിദേശികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല. അപ്പം എരിവും പൊടിയെല്ലാം കുറച്ചിട്ട് ഒരു പ്രത്യേക ടൈപ്പിലാണ് അവരാക്കിയത്. സത്യം പറഞ്ഞാൽ തിന്നിട്ട് ബോറടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെ ഇതാ നേരെ റൂമിലേക്ക് പോയി നല്ല ക്ഷീണം കിടന്നുറങ്ങി കേട്ടോ.